25 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഈ പഴയ ലോകത്തിൽ നിന്നും പഴയ ശരീരത്തിൽ നിന്നും ജീവിച്ചിരിക്കെ മരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ ദേഹാഭിമാനം ഉപേക്ഷിച്ച് ദേഹി അഭിമാനി ആകൂ. ചോദ്യം: നല്ല നല്ല പുരുഷാർത്ഥികളായ കുട്ടികളുടെ അടയാളങ്ങൾ എന്തായിരിക്കും? ഉത്തരം: ആര് നല്ല പുരുഷാർത്ഥി ആയിരിക്കുമോ അവർ അതിരാവിലെ എഴുന്നേറ്റ് ദേഹി അഭിമാനി ആയിരിക്കുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്യും. അവർ ഒരു ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യും. അവർക്ക് ഏതെങ്കിലും ദേഹധാരിയുടെ ഓർമ്മ വരാതിരിക്കാനും നിരന്തരം ബാബയുടെയും 84 ചക്രത്തിൻ്റെയും ഓർമ്മ ഉണ്ടായിരിക്കുവാനുമുള്ള ലക്ഷ്യം ഉണ്ടായിരിക്കും. ഇതിനെയും ആഹാ സൗഭാഗ്യം എന്ന് പറയും. ഓം ശാന്തി. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ജീവിച്ചിരിക്കെ മരിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് മരിച്ചത്? ദേഹത്തിൻ്റെ അഭിമാനം ഉപേക്ഷിച്ചു. അപ്പോൾ ബാക്കി അവശേഷിക്കുന്നത് ആത്മാവാണ്. ശരീരം ഇല്ലാതായി പോകുന്നു, ആത്മാവ് മരിക്കുന്നില്ല. ബാബു പറയുന്നു, ജീവിച്ചിരിക്കെ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. പരംപിത പരമാത്മാവുമായി യോജിപ്പിക്കുന്നതിലൂടെ ആത്മാവ് പവിത്രമാകും. എപ്പോൾ വരെയും ആത്മാവ് തീർത്തും പവിത്രമായില്ലയോ അതുവരെയും പവിത്ര ശരീരം ലഭിക്കുക സാധ്യമല്ല. ആത്മാവ് പവിത്രമായി കഴിഞ്ഞുവെങ്കിൽ പിന്നെ ഈ പഴയ ശരീരം സ്വയമേ വെടിയും. ഓട്ടോമാറ്റിക്കലി സർപ്പത്തിൻ്റെ പടം പൊഴിയുന്നത് പോലെ അതിൽ നിന്നും മമത്വം മാറുന്നു. അത് അറിയുന്നുണ്ട്, എനിക്ക് പുതിയ പടം ലഭിക്കുകയാണ്, പഴയ പടം ഊരിപ്പോകും. ഓരോന്നിനും അതിൻ്റേതായ ബുദ്ധി ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ജീവിച്ചിരിക്കെ ഈ പഴയ ലോകത്തിൽ നിന്നും പഴയ ശരീരത്തിൽ നിന്നും മരിച്ചു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ആത്മാക്കളും ശരീരം ഉപേക്ഷിച്ച് എവിടെ പോകും? തൻ്റെ വീട്ടിലേക്ക്. ആദ്യം ഇത് ഉറച്ച രീതിയിൽ ഓർമ്മിക്കണം. ഞാൻ ആത്മാവാണ്, ശരീരമല്ല. ആത്മാവ് പറയുന്നു, ബാബ, നമ്മൾ അങ്ങയുടേതായി കഴിഞ്ഞു, ജീവിച്ചിരിക്കെ മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ആത്മാവിന് ആജ്ഞ ലഭിച്ചിരിക്കുകയാണ്, പിതാവായ എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറും. ഈ ഓർമ്മയുടെ ഉറച്ച അഭ്യാസം ആവശ്യമാണ്. ആത്മാവ് പറയുന്നു, ബാബ, അങ്ങ് വന്നിരിക്കുകയാണ്, നമ്മൾ അങ്ങയുടേത് തന്നെയാകും. ആത്മാവ് മെയിലാണ്, ഫീമെയിൽ അല്ല. എപ്പോഴും നമ്മൾ സഹോദരന്മാരാണ് എന്നാണ് പറയുന്നത്. നമ്മളെല്ലാം സിസ്റ്റേഴ്സാണ് എന്ന് പറയുന്നില്ല. എല്ലാവരും പുത്രന്മാരാണ്. എല്ലാ പുത്രന്മാർക്കും സമ്പത്ത് ലഭിക്കേണ്ടതുണ്ട്. അഥവാ സ്വയം തന്നെ പുത്രിയായി മനസ്സിലാക്കുകയാണെങ്കിൽ സമ്പത്ത് എങ്ങനെ ലഭിക്കും? ആത്മാക്കളെല്ലാം ഭായിയാണ്. ബാബ എല്ലാവരോടും പറയുന്നു, ആത്മീയ കുട്ടികളെ, എന്നെ ഓർമ്മിക്കൂ. ആത്മാവ് എത്ര ചെറുതാണ്. ഇത് വളരെ മഹീനവും മനസ്സിലാക്കേണ്ടതുമായ കാര്യങ്ങളാണ്. കുട്ടികൾക്ക് ഓർമ്മ നിലനിൽക്കുന്നില്ല. സന്യാസിമാർ ഒരു ഉദാഹരണം നൽകുന്നു. ഞാൻ എരുമയാണ് ഇങ്ങനെ പറയുന്നതിലൂടെ പിന്നെ എരുമയായി മാറുന്നു. ഇപ്പോൾ വാസ്തവത്തിൽ ആരും എരുമ ആകുന്നൊന്നുമില്ല. ബാബു പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഈ ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ജ്ഞാനം ആർക്കുമില്ല. അതിനാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ദേഹി അഭിമാനി ആകേണ്ടതുണ്ട്. നമ്മൾ ആത്മാവാണ്. ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് നമുക്ക് പോയി പുതിയത് എടുക്കേണ്ടതുണ്ട്. മനുഷ്യർ വായ്കൊണ്ട് പറയുകയും ചെയ്യുന്നു, ആത്മാവ് സ്റ്റാറാണ്, ഭൃഗുടിയുടെ മധ്യത്തിൽ വസിക്കുന്നു. പിന്നെ പറയുന്നു, അങ്കുഷ്ട സമാനമാണ്.
ഇപ്പോൾ നക്ഷത്രം എവിടെ, അങ്കുഷ്ടം എവിടെ? പിന്നെ മണ്ണുകൊണ്ടുള്ള സാലിഗ്രാമം ഇരുന്ന് ഉണ്ടാക്കുന്നു. ഇത്രയും വലിയ ആത്മാവുണ്ടായിരിക്കുക സാധ്യമല്ല. മനുഷ്യൻ ദേഹാഭിമാനിയാണല്ലോ. അപ്പോൾ ഉണ്ടാക്കുന്നതും വലിയ രൂപത്തിലാണ്. ഇത് വളരെ സൂക്ഷ്മവും മഹീനതയുടെയും കാര്യങ്ങളാണ്. ഭക്തിയും മനുഷ്യർ ഏകാന്തതയിൽ കുടിലിൽ ഇരുന്നു ചെയ്യുന്നു. നിങ്ങൾക്കാണെങ്കിൽ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ തൊഴിലും മറ്റും ചെയ്തുകൊണ്ട് ബുദ്ധിയിൽ ഇത് ഉറപ്പിക്കേണ്ടതുണ്ട്, ഞാൻ ആത്മാവാണ്. ബാബ പറയുന്നു, നിങ്ങളുടെ പിതാവായ ഞാനും ഇത്രയും ചെറിയ ബിന്ദുവാണ്. ഞാൻ വലുതൊന്നുമല്ല. എന്നിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. ആത്മാവും പരമാത്മാവും രണ്ടും ഒന്നുപോലെ തന്നെയാണ്. കേവലം ആ ഒന്നിനെ സുപ്രീം എന്ന് പറയുന്നു. ഇത് ഡ്രാമയിൽ അടങ്ങിയതാണ്. ബാബ പറയുന്നു, ഞാനാണെങ്കിൽ അമരമാണ്. ഞാൻ അമരം അല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ എങ്ങനെ പാവനമാക്കുവാനാണ്? നിങ്ങളെ സ്വീറ്റ് ചിൽഡ്രൻ എന്നെങ്ങനെ പറയും? ആത്മാവ് തന്നെയാണ് സർവ്വതും ചെയ്യുന്നത്. ബാബ വന്ന് ദേഹി അഭിമാനി ആക്കുന്നു. ഇതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, മറ്റാരെയും ഓർമ്മിക്കാതിരിക്കൂ. യോഗികൾ ലോകത്തിൽ ധാരാളമുണ്ട്. കന്യകയുടെ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ പിന്നെ പതിയുമായി യോഗം യോജിക്കുന്നുവല്ലോ. മുൻപ് ഉണ്ടായിരുന്നില്ല. പതിയെ കണ്ടു, പിന്നെ അയാളുടെ ഓർമ്മയിൽ ഇരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഈ വളരെ നല്ല പ്രാക്ടീസ് ആവശ്യമാണ്. ആരാണോ നല്ല നല്ല പുരുഷാർത്ഥികളായ കുട്ടികൾ, അവർ അതിരാവിലെ എഴുന്നേറ്റ് ദേഹി അഭിമാനിയായി ഇരിക്കുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്യും. ഭക്തിയും രാവിലെ ചെയ്യുന്നുവല്ലോ. തങ്ങളുടെ ഇഷ്ടദേവനെ ഓർമ്മിക്കുന്നു. ഹനുമാന്റെയും എത്ര പൂജ ചെയ്യുന്നു, എന്നാൽ ഒന്നും അറിയുന്നില്ല. ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങളുടെ ബുദ്ധി കുരങ്ങൻ്റേതുപോലെ ആയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നിങ്ങൾ ദേവതയാകുന്നു. ഇപ്പോൾ ഇത് പതീതവും തമോ പ്രധാനവുമായ ലോകമാണ്. ഇപ്പോൾ നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. ഞാനാകട്ടെ പുനർജന്മരഹിതമാണ്. ഈ ശരീരം ഈ ദാദായുടേതാണ്. എനിക്ക് ശരീരത്തിൻ്റെ പേരൊന്നുമില്ല. എൻ്റെ നാമം തന്നെ മംഗളകാരി ശിവൻ എന്നാണ്. കുട്ടികളായ നിങ്ങൾക്കറിയാം, മംഗളകാരിയായ ശിവ് ബാബ വന്ന് നരകത്തെ സ്വർഗമാക്കുന്നു. എത്ര മംഗളം ചെയ്യുന്നു! നരകത്തിൻ്റെ പൂർണ്ണ വിനാശം ചെയ്യിക്കുന്നു. പ്രജാപിത ബ്രഹ്മാവിലൂടെ ഇപ്പോൾ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രജാപിത ബ്രഹ്മ മുഖവംശാവലി. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും അന്യോന്യം ജാഗ്രത വരുത്തണം. മന്മനാഭവ. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ വികർമ്മം വിനാശമാകും. പതീത പാവനൻ ബാബയാണല്ലോ. അവരാണെങ്കിൽ തെറ്റായി ഭഗവാനുവാച എന്നതിനു പകരം ശ്രീകൃഷ്ണ ഭഗവാനുവാച എന്നെഴുതിയിരിക്കുന്നു. ഭഗവാൻ നിരാകാരനാണ്. ആ ഒന്നിനെ പരംപിത പരമാത്മാവ് എന്ന് പറയുന്നു. ആ ഒന്നിൻ്റെ നാമം ശിവൻ എന്നാകുന്നു. ശിവന്റെ പൂജയും വളരെയധികം ഉണ്ടാകുന്നു. ശിവകാശി ശിവകാശി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭക്തിമാർഗത്തിൽ അനേകം പ്രകാരത്തിലുള്ള നാമങ്ങൾ വയ്ക്കപ്പെട്ടിട്ടുണ്ട്. സമ്പാദ്യത്തിനു വേണ്ടി അനേകം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. യഥാർത്ഥ നാമം ശിവൻ എന്നാണ്. പിന്നെ സോമനാഥൻ എന്ന് വെച്ചിരിക്കുന്നു. സോമനാഥൻ സോമരസം കുടിപ്പിക്കുന്നു, ജ്ഞാനധനം നൽകുന്നു. പിന്നെ എപ്പോഴാണോ പൂജാരിയാകുന്നത് അപ്പോൾ എത്ര ചിലവ് ചെയ്യുന്നു ആ ഒന്നിൻ്റെ ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി. കാരണം സോമരസം നൽകിയിട്ടുണ്ടല്ലോ. സോമനാഥനോടൊപ്പം സോമനാഥിനിയും ഉണ്ടാകും. യഥാ രാജാറാണി തഥാ പ്രജ. എല്ലാവരും സോമനാഥനും സോമനാഥിനിയുമാണ്. നിങ്ങൾ സ്വർണ ലോകത്തിലേക്ക് പോകുന്നു. അവിടെ സ്വർണത്തിൻ്റെ ഇഷ്ടിക ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ചുവരുകളും മറ്റും എങ്ങനെ നിർമ്മിക്കപ്പെടും? വളരെയധികം സ്വർണമുണ്ട്. അതിനാൽ അതിനെ സ്വർണത്തിൻ്റെ ലോകം എന്ന് പറയുന്നു. ഇത് ഇരുമ്പിൻ്റെയും കല്ലുകളുടെയും ലോകമാണ്.
സ്വർഗം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം നിറയുന്നു. വിഷ്ണുവിൻ്റെ 2 രൂപമായ ലക്ഷ്മി നാരായണനെ പ്രത്യേകം ഉണ്ടാക്കുമല്ലോ. നിങ്ങൾ വിഷ്ണുപുരിയുടെ അധികാരിയാകുന്നു. ഇപ്പോൾ നിങ്ങൾ രാവണപുരിയിലാണ്. ഇപ്പോൾ ബാബ പറയുന്നു, കേവലം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. ബാബയും പരംധാമത്തിൽ വസിക്കുന്നു. നിങ്ങൾ ആത്മാക്കളും പരംധാമത്തിൽ വസിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങൾക്ക് ഒരു പ്രയാസവും നൽകുന്നില്ല. വളരെ സഹജമാണ്. ബാക്കി ഈ രാവണനാകുന്ന ശത്രു നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. ഇത് വിഘ്നമിടുന്നു. ജ്ഞാനത്തിൽ വിഘ്നമുണ്ടാകുന്നില്ല. വിഘ്നമുണ്ടാകുന്നത് ഓർമ്മയിലാണ്. അടിക്കടി മായ ഓർമ്മ മറപ്പിക്കുന്നു, ദേഹാഭിമാനത്തിലേക്ക് കൊണ്ടുവരുന്നു. ബാബയെ ഓർമ്മിക്കാൻ അനുവദിക്കുന്നില്ല. ഈ യുദ്ധം തുടരുന്നു. ബാബ പറയുന്നു, നിങ്ങൾ കർമ്മയോഗി തന്നെയാണ്. ശരി, പകൽ സമയത്ത് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ രാത്രിയിൽ ഓർമ്മിക്കൂ. രാത്രിയിലെ അഭ്യാസം പകലിൽ ഉപയോഗപ്പെടും. നിരന്തരം ഈ സ്മൃതി ഉണ്ടായിരിക്കണം. നമ്മളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്ന ബാബ ആരാണോ, നമ്മൾ ആ ഒന്നിനെയാണ് ഓർമ്മിക്കുന്നത്. ബാബയുടെ ഓർമ്മയും 84 ജന്മങ്ങളുടെ ചക്രത്തിൻ്റെ ഓർമ്മയും ഉണ്ടായിരിക്കുമെങ്കിൽ ആഹാ സൗഭാഗ്യം. മറ്റുള്ളവരെയും കേൾപ്പിക്കണം. സഹോദരി സഹോദരന്മാരെ, ഇപ്പോൾ കലിയുഗം പൂർത്തിയായി, സത്യയുഗം വരുന്നു. ബാബ വന്നിരിക്കുകയാണ്. സത്യയുഗത്തിനു വേണ്ടി രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കലിയുഗത്തിനു ശേഷം സത്യയുഗം വരേണ്ടതുണ്ട്. ഒരു ബാബയെ അല്ലാതെ മറ്റാരെയും ഓർമ്മിക്കേണ്ടതില്ല. ആരാണോ വാനപ്രസ്ഥികൾ, അവർ പോയി സന്യാസിമാരുമായി സഹവസിക്കുന്നു. വാനപ്രസ്ഥം എന്നാൽ അവിടെ വാണിയുടെ കാര്യമേയില്ല. ആത്മാവ് ശാന്തമായി ഇരിക്കുന്നു. ലീനമാവുക സാധ്യമല്ല. ഡ്രാമയിൽ നിന്നും ഒരു ആക്ടറിന് പോലും മാറാൻ സാധിക്കില്ല. ഇതും ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഒരു ബാബയെ അല്ലാതെ മറ്റാരെയും ഓർമ്മിക്കേണ്ടതില്ല. കണ്ടുകൊണ്ടിരിക്കുകയും ഓർമ്മിക്കരുത്. ഈ പഴയ ലോകം വിനാശമാകേണ്ടതുണ്ട്. ശ്മശാനം ആണല്ലോ. ജഡങ്ങളെ എപ്പോഴെങ്കിലും ഓർമ്മിക്കാറുണ്ടോ? ബാബ പറയുന്നു, ഇവരെല്ലാം മരിച്ചു കിടക്കുകയാണ്. ഞാൻ വന്നിരിക്കുകയാണ്. പതീതരെ പാവനമാക്കി കൊണ്ടുപോകുന്നു. ഇവിടെ ഇതെല്ലാം ഇല്ലാതായി പോകും. ഇക്കാലത്ത് ബോംബുകൾ തുടങ്ങിയവ എന്തെല്ലാം ഉണ്ടാക്കുന്നു. വളരെ തീക്ഷ്ണമായവ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരുന്നു കൊണ്ട് ആരിലേക്ക് വേണമോ അവരിൽ തന്നെ പതിക്കും എന്ന് പറയുന്നു. ഇത് അടങ്ങിയിട്ടുള്ളതാണ്. വീണ്ടും വിനാശം ഉണ്ടാകേണ്ടതുണ്ട്. ഭഗവാൻ വരുന്നു. പുതിയ ലോകത്തിലേക്ക് വേണ്ടി രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മഹാഭാരത യുദ്ധമാണ്. അത് ശാസ്ത്രങ്ങളിൽ പാടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും ഭഗവാൻ വന്നിരിക്കുകയാണ് സ്ഥാപനയും വിനാശവും ചെയ്യുന്നതിനായി. ചിത്രവും ക്ലിയറാണ്. നിങ്ങൾ സാക്ഷാത്കാരം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതാകും. ഇവിടെയുള്ള ഈ പഠനം ഇല്ലാതാകും. അവിടെയാണെങ്കിൽ ബാരിസ്റ്റർ, ഡോക്ടർ തുടങ്ങിയവരുടെ ആവശ്യമേ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ഇവിടെയുള്ള സമ്പത്ത് കൊണ്ടുപോകുന്നു. കലകളും എല്ലാം ഇവിടെ നിന്നും കൊണ്ടുപോകും. കെട്ടിടവും മറ്റും ഉണ്ടാക്കുന്നവർ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. അപ്പോൾ അവിടെയും നിർമ്മിക്കും. ബസാറും മറ്റും ഉണ്ടായിരിക്കുമല്ലോ. കാര്യങ്ങൾ നടക്കും. ഇവിടെ നിന്നും പഠിച്ച അറിവ് കൊണ്ടുപോകുന്നു. സയൻസിൽ നിന്നും നല്ല കല പഠിക്കുന്നു. അവയെല്ലാം അവിടെ ഉപയോഗത്തിൽ വരും. പ്രജയിൽ പോകും. കുട്ടികളായ നിങ്ങൾക്കാണെങ്കിൽ പ്രജയിലല്ല വരേണ്ടത്. നിങ്ങൾ വന്നിരിക്കുന്നത് തന്നെ മമ്മിയുടെയും ബാബയുടെയും സിംഹാസനസ്ഥർ ആകുവാനാണ്. ബാബ ഏതൊരു ശ്രീമത് നൽകുന്നുവോ അതിലൂടെ നടക്കണം. ഒരേ ഒരു ഫസ്റ്റ് ക്ലാസ് ശ്രീമത് നൽകുന്നു. എന്നെ ഓർമ്മിക്കൂ. ചിലരുടെ ഭാഗ്യം അനായാസമായും തുറക്കുന്നു. ഏതെങ്കിലും കാരണം നിമിത്തമായി മാറുന്നു. കുമാരിമാരോടും ബാബ പറയുന്നു, വിവാഹം നശിച്ചു പോകലാകും. ഈ അഴുക്കുചാലിൽ വീഴാതിരിക്കൂ. നിങ്ങൾ ബാബയുടേത് അംഗീകരിക്കുകയില്ലേ? സ്വർഗത്തിലെ മഹാറാണി ആവുകയില്ലേ?
തന്നോട് പ്രതിജ്ഞ ചെയ്യണം, നമ്മൾ ആ ലോകത്തിൽ ഒരിക്കലും പോവുകയില്ല, ആ ലോകത്തെ ഓർമ്മിക്കുകയും ചെയ്യില്ല. ശ്മശാനത്തെ എപ്പോഴെങ്കിലും ഓർമ്മിക്കാറുണ്ടോ? ഇവിടെയാണെങ്കിൽ നിങ്ങൾ പറയുന്നു, ഈ ശരീരം വെടിഞ്ഞുവെങ്കിൽ നമ്മൾ നമ്മുടെ സ്വർഗത്തിൽ പോയേനെ. ഇപ്പോൾ 84 ജന്മങ്ങൾ പൂർത്തിയായി. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. മറ്റുള്ളവരെയും ഇത് തന്നെ കേൾപ്പിക്കണം. ഇതും മനസ്സിലാക്കുന്നുണ്ട്. ബാബയ്ക്കല്ലാതെ സത്യയുഗത്തിൻ്റെ രാജപദം ആർക്കും നൽകുവാൻ സാധിക്കില്ല. ഈ രഥത്തിനും കർമ്മഭോഗം ഉണ്ടാകുന്നുവല്ലോ. ഇടയ്ക്ക് ബാബ്ദാദയുടെയും പരസ്പരം ആത്മീയ സംഭാഷണം നടക്കുന്നു. ഈ ബാബ പറയുന്നു, ബാബ ആശീർവദിക്കൂ, ചുമയ്ക്കുള്ള ഏതെങ്കിലും ഔഷധം നൽകൂ, അല്ലെങ്കിൽ അത്ഭുത മന്ത്രത്താൽ ഇല്ലാതാക്കൂ. ഇല്ല, ഇത് അനുഭവിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഈ ഒന്ന് നിങ്ങളുടെ രഥം സ്വീകരിക്കുന്നു, അതിനുള്ള പ്രതിഫലം നൽകുക തന്നെ ചെയ്യുന്നു. ബാക്കി ഇത് നിങ്ങളുടെ കണക്കുകളാണ്. അവസാനം വരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിന്നെ ആശീർവദിക്കുകയാണെങ്കിൽ എല്ലാവരെയും ചെയ്യേണ്ടി വരും. ഇന്ന് ഈ പുത്രി ഇവിടെ ഇരിക്കുകയാണ്, നാളെ ട്രെയിനിൽ ആക്സിഡൻ്റ് ഉണ്ടാകുന്നു, മരിച്ചു പോകുന്നു. ബാബ പറയും, ഡ്രാമ. ബാബ നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞു തന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള നിയമം ഇല്ല. ഞാൻ വരുന്നത് പതിത്രത്തിൽ നിന്ന് പാവനമാക്കുവാനാണ്. ഇത് പറഞ്ഞു തരാനല്ല വരുന്നത്. തൻ്റെ ഈ കണക്കുകൾ നിങ്ങൾക്ക് സമാപ്തമാക്കേണ്ടതുണ്ട്. ഇതിൽ ആശീർവാദത്തിൻ്റെ കാര്യമേ ഇല്ല. ഇതിനു വേണ്ടിയാണെങ്കിൽ സന്യാസിമാരുടെ അടുത്തേക്ക് പോകൂ. ബാബ കാര്യമേ ഒന്നാണ് പറയുന്നത്. എന്നെ വിളിച്ചത് തന്നെ നമ്മളെ വന്ന് നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ എന്നതിനു വേണ്ടിയാണ്. പതീത പാവന സീതാറാം എന്ന് പാടുന്നുമുണ്ട്, പക്ഷേ അർത്ഥം തലകീഴായി എടുത്തിരിക്കുകയാണ്. പിന്നെ ഇരുന്ന് രാമൻ്റെ മഹിമ ചെയ്യുന്നു, രഘുപതി രാഘവ രാജാറാം എന്ന്. ബാബ പറയുന്നു, ഈ ഭക്തിമാർഗത്തിൽ നിങ്ങൾ എത്ര പൈസ പാഴാക്കി, എന്ത് കൗതുകമാണ് കണ്ടത് എന്ന് ഒരു ഗീതവുമുണ്ടല്ലോ. ദേവിമാരുടെ മൂർത്തികൾ ഉണ്ടാക്കി പൂജിച്ച ശേഷം പിന്നെ സമുദ്രത്തിൽ മുക്കി താഴ്ത്തുന്നു. എത്ര പൈസ പാഴാക്കുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. വീണ്ടും ഇതുണ്ടാകും. സത്യയുഗത്തിൽ ഇങ്ങനെയുള്ള കാര്യം ഉണ്ടാകുന്നതേയില്ല. സെക്കൻഡ് ബൈ സെക്കൻഡിലുള്ളത് അടങ്ങിയിട്ടുള്ളതാണ്. കൽപ്പത്തിനു ശേഷം വീണ്ടും ഇതേ കാര്യം റിപ്പീറ്റാകും. ഡ്രാമയെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ശരി, ആർക്കെങ്കിലും അധികം ഓർമ്മിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ബാബ പറയുന്നു, കേവലം അൽഫും ബേയും ബാബയും ചക്രവർത്തി പദത്തെയും ഓർമ്മിക്കൂ. ഉള്ളിൽ ഈ ഒരു ഈണം മുഴക്കൂ, ഞാൻ ആത്മാവ് എങ്ങനെയാണ് 84ൻ്റെ ചക്രം കറങ്ങി വന്നിരിക്കുന്നത്. ചിത്രങ്ങൾ ഉപയോഗിച്ചും മനസ്സിലാക്കിച്ചു കൊടുക്കൂ. വളരെ സഹജമാണ്. ഇതാണ് ആത്മീയ കുട്ടികളുമായുള്ള ആത്മീയ സംഭാഷണം. ബാബ ആത്മീയ സംഭാഷണം ചെയ്യുന്നത് തന്നെ കുട്ടികളുമായാണ്. മറ്റാരോടെങ്കിലും ചെയ്യുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആത്മാവ് തന്നെയാണ് സർവ്വതും ചെയ്യുന്നത്. ബാബ ഓർമ്മ വരുത്തുന്നു, നിങ്ങൾ 84 ജന്മം എടുത്തിട്ടുണ്ട്, മനുഷ്യൻ തന്നെയാണ് ആയത്. ഏതുപോലെ ബാബ വികാരത്തിൽ പോകാൻ പാടില്ല എന്ന് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നുവോ, അതേപോലെ ഈ ഒരു ഓർഡിനൻസും പുറപ്പെടുവിക്കുന്നു. ആരും കരയുവാൻ പാടില്ല. സത്യത്രേതായുഗത്തിൽ ആരും കരയുന്നില്ല. കൊച്ചു കുട്ടികൾ പോലും കരയുന്നില്ല. കരയാനുള്ള ആജ്ഞയില്ല. അത് ഹർഷിതമായിരിക്കുന്നതിൻ്റെ ലോകമാണ്. അതിൻ്റെ പ്രാക്ടീസ് മുഴുവനും ഇവിടെ ചെയ്യേണ്ടതുണ്ട്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയോട് ആശീർവാദം യാചിക്കുന്നതിന് പകരം ഓർമ്മയുടെ യാത്രയിലൂടെ തൻ്റെ എല്ലാ കണക്കുകളും സമാപ്തമാക്കണം.
പാവനമാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. ഈ ഡ്രാമയെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കണം. ഈ പഴയ ലോകത്തെ കാണുമ്പോഴും ഓർമ്മിക്കരുത്, കർമ്മയോഗിയാകണം. സദാ ഹർഷിതമായിരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം. ഒരിക്കലും കരയരുത്. വരദാനം: പ്രവൃത്തിയിൽ ഇരിക്കവേ എൻ്റേതെന്ന ഭാവം ത്യാഗം ചെയ്യുന്ന സത്യമായ ട്രസ്റ്റിയും മായാജീതുമായി ഭവിക്കട്ടെ. ഏതുപോലെ മാലിന്യത്തിൽ കീടങ്ങൾ ജനിക്കുന്നുവോ അതേപോലെ തന്നെ എപ്പോഴാണോ എൻ്റേതെന്ന ഭാവം വരുന്നത്, അപ്പോൾ മായയുടെ ജന്മം ഉണ്ടാകുന്നു. മായാജീത്താകുന്നതിനുള്ള സഹജമായ രീതിയാണ് സ്വയം സദാ ട്രസ്റ്റിയായി മനസ്സിലാക്കൂ. ബ്രഹ്മകുമാർ എന്നാൽ ട്രസ്റ്റി. ട്രസ്റ്റിക്ക് ആരിലും അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നില്ല, കാരണം അവരിൽ എൻ്റേതെന്ന ഭാവമില്ല. ഗൃഹസ്ഥിയായി മനസ്സിലാക്കുകയാണെങ്കിൽ മായ വരും, ട്രസ്റ്റിയായി മനസ്സിലാക്കുകയാണെങ്കിൽ മായ ഓടിപ്പോകും. അതിനാൽ വേറിട്ടവർ ആയ ശേഷം പ്രവൃത്തിയുടെ കാര്യത്തിൽ വരൂ, അപ്പോൾ മായ പ്രൂഫ് ആയി ഇരിക്കും. സ്ലോഗൻ: എവിടെ അഭിമാനം ഉണ്ടായിരിക്കുമോ അവിടെ അപമാനത്തിൻ്റെ ഫീലിംഗ് തീർച്ചയായും വരുന്നു. അവ്യക്ത സൂചന: സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചർ സ്വായത്തമാക്കൂ. തൻ്റെ ആന്തരിക സ്വച്ഛതയും സത്യതയും എഴുന്നേൽക്കുന്നതിലും ഇരിക്കുന്നതിലും സംസാരിക്കുന്നതിലും സേവനം ചെയ്യുന്നതിലും ലോകർക്ക് അനുഭവപ്പെടണം. അപ്പോൾ പരമാത്മാവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് നിമിത്തമാകാൻ സാധിക്കും. ഇതിനു വേണ്ടി പവിത്രതയുടെ ദീപനാളം സദാ ജ്വലിച്ചുകൊണ്ടിരിക്കട്ടെ. അല്പം പോലും ചഞ്ചലതയിൽ വരരുത്. എത്രത്തോളം പവിത്രതയുടെ ദീപനാളം അചഞ്ചലമായിരിക്കുമോ അത്രയും സഹജമായി സർവർക്കും ബാബയെ തിരിച്ചറിയുവാൻ സാധിക്കും. ഓം ശാന്തി. ബാഹ്യ സങ്കല്പങ്ങളിൽ നിന്നും മനസ്സിനെ വേർപെടുത്തി വ്യർത്ഥ വികൽപ്പങ്ങളെ സ്പർശിക്കാതെ എൻ്റെ ദിവ്യ സ്വരൂപത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നു. പവിത്ര സ്വരൂപമായി, സഫലതാ നക്ഷത്രമായി മസ്തക സിംഹാസനത്തിൽ ഞാൻ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. ആത്മജ്യോതിയിൽ നിന്നും പവിത്രതയുടെ പ്രകാശരശ്മികൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. പവിത്ര സ്വരൂപ ആത്മാവായ ഞാൻ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ബുദ്ധിബലത്താൽ മാറി പരമധാമമാകുന്ന ജ്യോതിദേശത്തിൽ എത്തിച്ചേരുന്നു. ഈ ജ്യോതിദേശത്തിൽ പവിത്രതയുടെ സാഗരമായ ശിവപരമാത്മാവിൻ്റെ സമീപത്ത് സർവമംഗളകാരിയായ ഒന്നിൻ്റെ മാത്രം ഓർമ്മയിൽ ഏകാഗ്രമാകുന്നു.
പവിത്ര സാഗരനിൽ നിന്നും പവിത്രതയുടെ ദിവ്യ പ്രകാശം എന്നിൽ നിറയുമ്പോൾ ആത്മസ്വരൂപത്തിൻ്റെ അതിശുദ്ധവും അതിനിർമ്മലവും പവിത്രവുമായ സ്വരൂപം ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ സർവശ്രേഷ്ഠവും പവിത്രവുമായ അനാദി സ്വരൂപത്തെ അനുഭവിച്ചറിഞ്ഞതിൻ്റെ ധന്യതയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശിവപരമാത്മാവുമായുള്ള ഈ മധുരമായ കൂടിക്കാഴ്ചയിലൂടെ പവിത്രതയുടെ ബലം ശേഖരിച്ച് യോഗയുക്ത അവസ്ഥയിൽ മസ്തകമണി ആയി ഞാൻ വിരാജിക്കുന്നു.